എല്ലാവർക്കും വളമായി മാറിയ ഉമ്മൻചാണ്ടി. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകൂ എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ഒന്നിൻ്റെ നാശം മറ്റൊന്നിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകും എന്നാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം. ജീവിച്ചിരുന്നപ്പോഴും മരിച്ചു മണ്ണടിഞ്ഞു കഴിഞ്ഞപ്പോഴും ഒരുപാട് പേരുടെ വളർച്ചയ്ക്ക് വളമായി മാറിയ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മലയാളികളുടെ പ്രിയങ്കരനായ ഓസി എന്ന കുഞ്ഞുഞ്ഞെന്ന കുഞ്ചായൻ എന്ന ഉമ്മൻചാണ്ടി. ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നലെ 1 വർഷം പിന്നിടുന്നു. വേട്ടയാടിയവർ ഉൾപ്പെടെ കണ്ണീരോടെ നൽകിയ ആ വിലാപയാത്ര ഇന്നും നമ്മുടെ കൺമുന്നിലുണ്ട്. ഒരു നോക്ക് കാണുവാൻ മണിക്കൂറുകൾ കാത്തു നിന്ന് കുഞ്ഞിനെയും ഒക്കത്തെടുത്ത് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ വണ്ടിയുടെ പുറകെ കരഞ്ഞുകൊണ്ടോടുന്ന ആ വിഷ്വലുകൾ നമ്മുടെ മനസ്സിൻ്റെ ഫ്രെയിമിൽ നിന്നും ഇപ്പോഴും മാഞ്ഞു പോയിട്ടുണ്ടാവില്ല. വേർപാടിൻ്റെ മുറിവിൽ നോവുന്നൊരു ഓർമ്മയാണെന്നും ഉമ്മൻചാണ്ടി. വിട്ടുപോയൊരു കരുതലിൻ്റെ കൈത്തലമായിരുന്നു ഉമ്മൻചാണ്ടി. ഹൃദയം കൊണ്ട് ബന്ധിക്കപ്പെട്ടവർ വിലാപങ്ങളിൽ കണ്ണുചേർന്ന് രാവും പകലുമായി നൽകിയ വിടപറച്ചിലിന് രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ല. പകരം ഇതുപോലൊരു ആളില്ലെന്ന തോന്നലാണ് ഉമ്മൻചാണ്ടിയുടെ മരണം ബാക്കി വയ്ക്കുന്ന വിടവ്. പൊതുപ്രവർത്തനത്തിൻ്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിൻ്റെ നൂലുകൊണ്ട് അണികളെ മാലകോർത്ത നേതാവ്, ജനസമ്പർക്കം കൊണ്ട് ജനഗീത അടയാളപ്പെടുത്തിയ ഉമ്മൻചാണ്ടിക്ക് മനസാക്ഷിയായിരുന്നു എന്തിനും മാനദണ്ഡം. ആ കോടതിയെ മാത്രമായിരുന്നു അദ്ദേഹം ഭയപ്പെട്ടത്. ആൾക്കൂട്ടമില്ലാതൊരു ഉമ്മൻചാണ്ടിയെ ആരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. കയ്യകലത്ത് നിന്ന് കാണാം. ഒരപ്പനോട് പറയുന്ന ലാഘവത്തോടെ ചെവിയരികത്ത് നിന്ന് ആർക്കും ദുരിതം പറയാം. ഇനി കേൾക്കുവാനും പറയുവാനും കാണുവാനും കരുതുവാനും ഒരു നേതാവില്ലെന്ന ശൂന്യത ജനങ്ങളുടെ മനസ്സിലുണ്ടായ ദിനമായിരുന്നു 2023 ജൂലൈ 18. നേതാക്കളുടെ നേതാവും അണികളുടെ ആവേശവുമായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അനുയായികളില്ലാത്തൊരു വാർഡ് പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ആ മരണം കൊണ്ട് മുറിവേറ്റവർ പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഹൃദയം കൊണ്ട് കണ്ണീരിൽ ഇങ്ങനെ കുറിച്ചു: ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്കും വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കുന്നതും മെഴുകുതിരികൾ കത്തിക്കുന്നതും എന്തിന് അപേക്ഷകൾ പോലും സമർപ്പിക്കുന്നതും പുതുപ്പള്ളി സഹതായക്കായാലും സ്ഥാനം ഉമ്മൻചാണ്ടിക്ക് ജനങ്ങൾ നൽകുന്നതും കണ്ടപ്പോൾ പേരിൽ മാത്രം സ്വയം പരിശുദ്ധെന്ന് ചാർന്ന് നടക്കുന്ന ഒരു പൂച്ചാണ്ടി വേഷക്കാരൻ, രൂപത്തിൽ സാത്താൻ പോലും ലജ്ജിക്കുന്ന ആ കൂതാശപ്പണിക്കാരൻ ഞെട്ടിപ്പറച്ചു. പുതുപ്പള്ളിയിലെ പുണ്യാളൻ എന്ന് ഓസിക്ക് ജനങ്ങൾ ചാർത്തിക്കൊടുത്ത ആ വിശേഷണം ആ അഭിനവ പരിശുദ്ധന് തീരെപ്പിടിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ ഖബറിന് മുകളിൽ ഉണ്ടായിരുന്ന ആ പന്തൽ പൊളിച്ചു നീക്കിക്കളഞ്ഞു. അങ്ങനെ വിശ്വാസികളുടെ ആ കുത്തൊഴുക്ക് പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവന്നു. എങ്കിലും ഈ നാമത്തിൽ പ്രതിദിനം നൂറുകണക്കിന് ആളുകൾ ഇന്നും പുതുപ്പള്ളി പള്ളിയിൽ എത്തുന്നത് കൊണ്ട് ഭണ്ഡാരത്തിൽ പണം വീഴുക മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലുള്ള സ്ഥാപനങ്ങൾക്ക് പോലും കച്ചവടവും കിട്ടുന്നുണ്ട്. അങ്ങനെ ആ നീതിമാന്റെ ഓർമ്മ അവർക്ക് വാഴ്വിനായി തീർന്നു, വളമായി തീർന്നു. ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിയിൽ എത്തി കയ്യേറ്റം നടത്തുവാൻ ശ്രമിച്ച സബോളക്കണ്ണൻ മെത്രാനും സെമിനാരി വിദ്യാർത്ഥികളുടെ പേടി സ്വപ്നമായിരുന്ന തമരടി പണിക്കാരൻ മെത്രാനും അത്താനാസോസ് വധക്കേസിലെ 1-ാം പ്രതിയായ പരിശുദ്ധനുമൊക്കെ ഇന്നലെ അനുസ്മരണ സമ്മേളനത്തിൽ മത്സരിച്ചു വന്ന് മുന്നിലിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിതൊന്നും മറക്കില്ല മലരുകളെ എന്ന ഭാവത്തിൽ വിശ്വാസികൾ അപ്പോൾ ഒരു കുരിശു വരച്ചു. ഈ പൂച്ചാണ്ടി മെത്രാന്മാരുടെ മുഖം കാണുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ മുഖം ഇപ്പോഴും ഒരുപക്ഷെ ഇങ്ങനെ തന്നെയായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് കോൺഗ്രസിന് കേരളത്തിൽ വീണ്ടും ഒരു പുതുജീവൻ വീണത്. ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരം അനുസ്മരണ യോഗത്തിൽ പോലും വേദിയിൽ ചാണ്ടിയുമ്മന് സീറ്റ് കൊടുക്കാതിരുന്ന വി ഡി സതീശനും പാർട്ടിക്കും പുതുപ്പള്ളിയിൽ ഓസി യുഗത്തിന് അന്ത്യം കുറിക്കുവാൻ ഒരു പകരക്കാരനെ മനസ്സിൽ കൊണ്ടു നടന്ന അവർക്ക് ജനങ്ങളുടെ ഹൃദയത്തിന് ഒടുവിൽ വഴങ്ങേണ്ടി വന്നു. ജനങ്ങൾ തന്നെ ചാണ്ടിയുമ്മനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കൊടുക്കാം പാർട്ടി നേതൃത്വത്തിന് ആ ജനഹിതം അംഗീകരിക്കേണ്ടതായി വന്നു. പുതുപ്പള്ളിയിലെ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുത്തു. ആ വിജയത്തിന് പിൻബലമേകിയത് ഒരു കോൺഗ്രസ്സുകാരൻ്റെയും നേതൃത്വ ഗുണം കൊണ്ടായിരുന്നില്ല, പിന്നെയോ ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിൻ്റെ ജീവന്റെ വളം കൊണ്ടായിരുന്നു. കുടുംബാംഗങ്ങളും പാർട്ടി പ്രവർത്തകരും ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്ത ഒരു സത്യമാണിത്. ഒരിക്കലും. ഈ വിജയത്തിന് ശേഷമാണ് വി ഡി സതീശൻ്റെ ഉണരാത്ത പൗരുഷത്തിന് പിണറായിയുടെ ബി ടീം ലീഡർ എന്ന് തോന്നിപ്പിച്ചിരുന്ന വി ഡി സതീശൻ അല്പം അനക്കം വെച്ചതും പ്രതീക്ഷ കൈവന്നതും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് സട്ടിലായി ഒരു അനുകൂല തരംഗമുണ്ടാകുവാൻ കാരണമായതും ഉമ്മൻചാണ്ടിയെ തകർത്ത പിണറായിയെ തകർക്കുക എന്ന ജനങ്ങളുടെ ആ ചേതോവികാരം മാത്രമാണ്. അല്ലാതെ സതീശൻ്റെയോ സുധാകരൻ്റെയോ വേണുഗോപാലിൻ്റെയോ ഖദർ വടി പോലെ നിന്നതുകൊണ്ടല്ല. വരാൻ പോകുന്ന
നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കോൺഗ്രസിന് ഒരു മികച്ച വിജയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതും നിലവിലുള്ള വളാവളഞ്ചന്മാരുടെ പെർഫോമൻസ് കൊണ്ടല്ല എന്നോർക്കണം. ഉമ്മൻചാണ്ടിയോട് ചെയ്ത ആ ദ്രോഹങ്ങൾ വീണ്ടും വീണ്ടും ആളിക്കത്തിക്കുമ്പോഴുണ്ടാകുന്ന ആ അഗ്നിയാണ് പിണറായി സത്തെ കേരളത്തിൽ കത്തിച്ചാമ്പലാക്കുവാൻ പോകുന്നത്. കോൺഗ്രസിലെ കഞ്ഞിപ്പശ മുക്കിയ കതറിട്ട മുതുകാളകൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് മുഖ്യാതിഥിയായി ആ നികൃഷ്ടജീവിയെ ക്ഷണിച്ചിരിക്കുന്നത്. ശോഭകേട് ചെയ്ത് ഉമ്മൻചാണ്ടിയെ കൊന്നത് പോട്ടെ, അദ്ദേഹം കൊണ്ടുവന്ന വിഴിഞ്ഞം പോർട്ടിന്റെ ട്രയൽ റൺ ഉദ്ഘാടന ഉടായ്പ പരിപാടിയിൽ പോലും ഉമ്മൻചാണ്ടിയുടെ ആ പേര് പോലും പരാമർശിക്കാത്ത ആ അല്പനെയാണ് ഇത്രയുമൊക്കെ ദ്രോഹം ചെയ്തത് പോരാഞ്ഞ് നാണമില്ലാതെ മുഖ്യാതിഥിയായി കൊണ്ടുവരുന്നത്. എന്ന് പറയുമ്പോൾ ഓർക്കണം ഇവന്മാരുടെ ജനുസ് എന്തവാണെന്ന്. മിടുക്കരായ പോലീസുകാർ അന്വേഷിച്ചിട്ടും കഴമ്പില്ലെന്ന് കണ്ട ഒരു നാറിയ കള്ളക്കേസിൽ ആ സ്ത്രീയെ വിളിച്ച് പേപ്പറിൽ പരാതി വീണ്ടും എഴുതിപ്പിച്ച് ഉമ്മൻചാണ്ടിയുടെ ജീവിതസായനത്തിൽ പോലും വേട്ടയാടിയ ആ നികൃഷ്ടജീവി ഇന്ന് യാതൊരു ഉറപ്പുമില്ലാതെ മസ്കറ്റ് ഹോട്ടലിൽ വന്ന് ഉമ്മൻചാണ്ടി വലിയ മഹാനായിരുന്നു എന്ന് പറയുമ്പോൾ നാണമില്ലാടാ നാറിയ നിനക്കെന്ന് ചോദിക്കുവാൻ പ്രാപ്തിയുള്ള ഒരൊറ്റ കോൺഗ്രസ്സുകാരനെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതാവും ഉമ്മൻചാണ്ടിക്ക് നിങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട്. അല്ലാതെ വെളിയിൽ വന്ന് ക്യാമറയുടെ മുന്നിൽ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്ന് വിളിക്കുന്നതല്ല. പക്ഷേ ഈ അനുസ്മരണങ്ങൾക്കിടയിലും പുതുപ്പള്ളിയിൽ എങ്ങനെ അടുത്ത കുത്തിത്തിരിപ്പുണ്ടാക്കാം, കുടുംബാംഗങ്ങളെ എങ്ങനെ തമ്മിൽ തല്ലിക്കാം എന്നൊക്കെയുള്ള വിഷയങ്ങളിൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരം. പക്ഷേ ഈ വരുന്ന ഒരു 5 കൊല്ലം കൂടി അതൊന്നും കാര്യമായി ഏശില്ല. കാരണം ജനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ നാശം കൊണ്ടുണ്ടായ വളത്തിൽ ചക്കരപ്പെണ്ണിന്റെ കാറിന്റെ മറവിൽ മന്ത്രിപദം ലഭിച്ച ഒരു കൊണേശനെയും നാം മറന്നുകൂടാ. കുലം കുത്തിയതിന്റെ ചെലവിൽ ഗവർണറാകുവാൻ നിൽക്കുന്ന PC എന്ന പന്നച്ചെറ്റയെയും മറക്കുവാൻ പാടില്ല. അടുത്ത തവണ ജനങ്ങൾ ഇവന്മാർക്ക് വീടിന് വെളിയിലിറങ്ങുവാനുള്ള അവസരം ഉണ്ടാക്കരുത്. കൊട്ടാരക്കര ആഭാസന്റെ ലീലാവിലാസങ്ങൾ മുഴുവനും CBI കോടതിയിൽ സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ 13, 14, 15 പേജുകളിലായി വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഈ ശവനാറിക്കള ഈ കർക്കടകം തീരും മുമ്പേ അഴുകിപ്പോകും എന്നതിൽ സംശയമില്ല. കോൺഗ്രസിലെ കസേരമോഹികളായ നേതാക്കന്മാർ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഉമ്മൻചാണ്ടി നിങ്ങൾക്കെന്നും ഒരു കാമധേനുവായിരുന്നു. പാല് കറന്നു കുടിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ രോഗവും പീഡയും മരണവും എന്തിന് അനുസ്മരണം പോലും വളർന്നല്ല വളമായി മാറി. അദ്ദേഹത്തോട് കാണിക്കുവാൻ കഴിയാത്ത ആ സ്നേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ദയവായി കാണിക്കുക. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഇത്രയുമൊക്കെ ആഗ്രഹമേ ഉമ്മൻചാണ്ടിക്കും കാണുകയുള്ളൂ, അല്ലേ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.